മിഡിൽ ഈസ്റ്റ് അറബിക് പഠന കോഴ്സിൻ്റെ 19ാം എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ഇതുവരെ നാം പഠിച്ച് പ്രയോഗിച്ച് നാം മനസ്സിലാക്കിയ മുദാരി എന്ന് പറയുന്ന അഥവാ ഭാവി ആൻഡ് വർത്തമാനകാല ക്രിയകളുടെ ഉപയോഗം നമുക്ക് വളരെയധികം സുപ്രധാനമാണ്. സംസാരത്തിൽ എപ്പോഴും ഉപയോഗിക്കേണ്ടതാണ്. അതിൽ നമുക്കെപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നൊരു വാക്കാണ് എന്ന് സുപ്രധാനമായും പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അബ്ഗ, എനിക്ക് വേണം. ഏഷ്തബ്ഗ, എന്താണ് നിനക്ക് വേണ്ടത്? ആരും എപ്പോഴും നാം കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിക്കേണ്ട ഒരു വാക്കാണല്ലോ അത്. ഏഷ്തബ്ഗ, എന്താ നിനക്ക് വേണ്ടത്? അന അബ്ഗ, എനിക്ക് വേണം. അന അബ്ഗ, എനിക്ക് വേണം. ഇപ്പോൾ ഹിന്ദിയിൽ ചാഹിയേ എന്ന് പറയും. ക്യാ ചാഹിയേ, ആപ്കോ ക്യാ ചാഹിയേ, താങ്കൾക്ക് എന്താ വേണ്ടത് എന്ന് പറയുന്നത് തുല്യമാണ്. താങ്കൾക്ക് എന്താ വേണ്ടത്? ഏഷ്തബ്ഗ അൻത യാ ഷേഖ്, എന്താണ് താങ്കൾക്ക് വേണ്ടത്? ഓക്കെ, അവിടെ അബ്ഗ യബ്ഗ, ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഏഷ് യബ്ഗ എന്നാണ് സാധാരണക്കാരായ ആളുകൾ, മലയാളികൾ ഉൾപ്പെടുന്ന വിദേശികൾ, അറബികൾ സംസാരിക്കും പോലെ സംസാരിക്കില്ല. എല്ലാത്തിനും അവർ യബ്ഗ എന്ന് പറയുന്ന ഒരു ശൈലിയുണ്ട്. അത് വളരെയധികം സൂക്ഷിക്കണം. ഏഷ് യബ്ഗ, ഏഷ്തബ്ഗ എന്ന് പറയേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ മനസ്സിലാക്കാം. അത് ഏഷ്തബ്ഗ യാ അഖി, ഏഷ്തബ്ഗ യാ അഖി, സഹോദര നിനക്ക് എന്താ വേണ്ടത്? അവിടെ നമുക്ക് പറയാം അനമ്മ അബ്ഗ ഷൈ, എനിക്കൊന്നും വേണ്ട. അപ്പം തബ്ഗ, നിനക്ക് വേണം. അബ്ഗ, എനിക്ക് വേണം. അന അബ്ഗ, എനിക്ക് വേണ്ടതുണ്ട്. ഈ ശൈലിയെ നാം വളരെ കൃത്യമായി ഉപയോഗിക്കുക. എല്ലാ സ്ഥലത്തും പിന്നെ യബ്ഗ എന്ന് പറയുന്ന അതിനെ നാം ഒഴിവാക്കുക. മാത്രമല്ല ഇവിടെയൊക്കെ നമ്മളിപ്പോൾ അറബിയുടെ യഥാർത്ഥ ഉച്ചാരണം ഞാൻ വീണ്ടും വീണ്ടും പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് മലയാള ഭാഷയല്ല. ഈ അറബി ഭാഷയിലെ 12 അക്ഷരങ്ങൾ നമുക്കൊരു പരിചയവുമില്ലാത്ത, അതല്ലെങ്കിൽ ഒരു ഗുരുമുഖത്ത് നിന്ന് അതിൻ്റെ ഉച്ചാരണം കൃത്യമായി പഠിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ ആ അക്ഷരം മാറുന്നതോടുകൂടെ ആ വാക്ക് മാറുന്നു, അതിൻ്റെ അർത്ഥം മാറുന്നു. അത് വളരെ സൂക്ഷിക്കണം. അപ്പോൾ ചിലരൊക്കെ പറയുന്നത് കേൾക്കാം, യേശ് തബ്ഗ, തബ്ഗ, അബ്ഗ, അങ്ങനൊരു വാക്ക് അറബിയിലില്ല. യേശ് തബ്ഗ, ഞാൻ പറഞ്ഞു ഹൽക്ക് അഥവാ തൊണ്ടയിൽ നിന്ന് പുറപ്പെടുന്ന ഇത്തരം അക്ഷരങ്ങളുടെ ഉച്ചാരണം വളരെ കഠിനമാണ്, കൃത്യമാണ്. അതിൻ്റെ കൃത്യമായ ഉച്ചാരണം നാം പഠിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഓക്കെ, അപ്പോൾ പറഞ്ഞത് ഒരാൾ ട്രാവൽസിൽ ചെന്ന് ടിക്കറ്റ് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ അദ്ദേഹം ട്രാവൽസുകാരൻ സ്വാഭാവികമായിട്ട് ചോദിക്കും, ഫേൻ തബ്ഗ തറൂഹ് യാ ഷേഖ്. ഓക്കെ, നിങ്ങൾ എന്തൊരു കൃത്യമാണ് ആ വാക്ക്. മുദാരിയായ വാക്ക് നാം പഠിച്ചതുകൊണ്ട് നമുക്കതിൻ്റെ കൃത്യത ബോധ്യം വരും. ഫേൻ എവിടേക്കാണ്? തബ്ഗ, തബ്ഗ തറൂഹ്, ഒന്നിച്ച് പറയണം. തബ്ഗ തറൂഹ്, പോകേണ്ടത്. അതായത് തബ്ഗാണ് ആവശ്യമായത് എന്നാണ് അതിനെ ഒരു വ്യാഖ്യാനിക്കുമ്പോൾ വരിക. അതൊന്നും ഇപ്പോൾ നമ്മൾ പറയാം ഫേൻ യബ്ഗ, അത് പറഞ്ഞ് നിർത്തി വെക്കും. അങ്ങനെ പറയരുത്. ഫേൻ തബ്ഗ, തബ്ഗ തറൂഹ്, യറൂഹ് അവൻ പോകും, തറൂഹ് താങ്കൾ പോകും. അപ്പോൾ ഫേൻ തബ്ഗ തറൂഹ്, താങ്കൾക്ക് എവിടേക്കാണ് പോകേണ്ടത് യാ ഷേഖ്. ഓക്കെ, എന്തൊരു ക്ലിയറാണത്. അദ്ദേഹത്തിന് ഇങ്ങനെ മറുപടി പറയും, ദുബൈക്ക് പോകാനുള്ള ഒരാളാണ്. അദ്ദേഹം പറയാണ്, അന അബ്ഗ അറൂഹ് ദുബൈ ബുക്ര. അന, ഞാൻ, അബ്ഗ അറൂഹ്, എനിക്ക് പോകണം. അപ്പം അബ്ഗ, അബ്ഗ, തബ്ഗ പഠിച്ചു. അബ്ഗ നമ്മൾ പഠിച്ചതാണ്. ഏകവചനത്തെയാണത് സൂചിപ്പിക്കുന്നത്, സ്വന്തത്തെയാണത് പറയുന്നത്. ഓക്കെ, അന അബ്ഗ അറൂഹ് ദുബൈ ബുക്ര, എനിക്ക് നാളെ ദുബൈയിലേക്കൊന്ന് പോകണം. ലോ സമഹത്ത്, നേരത്തെ പറഞ്ഞല്ലോ, ലോ സമഹത്ത് ഏതൊരു ഓഫീസിലും ഏതൊരു മാന്യനായ വ്യക്തിയുടെ മുമ്പിൽ ചെന്നും ഒരു കാര്യം പറയുന്നതിൻ്റെ മുമ്പ് ലോ സമഹത്ത്, താങ്കൾ അനുവദിക്കുമെങ്കിൽ ഒന്ന് സംസാരിച്ചോട്ടെ. അന അബ്ഗ തദ്കിറ ഇല ദുബൈ, എനിക്ക് ദുബൈയിലേക്കൊരു ടിക്കറ്റ് വേണ്ടിയിരുന്നു. എന്തൊരു മാന്യമായ ഒരു സമീപനമാണ്, ഒരു ശൈലിയാണ്. ആ ശൈലി വളരെ താഴ്മയും വിനയവും ബഹുമാനവുമുള്ള ഈ സംസ്കാര സമ്പന്നമായ അറബി ഭാഷ, ഇത്തരം ഭാഷാ വാക്കുകൾ ഉപയോഗിക്കുന്നതിലൂടെ മാത്രമല്ലേ നമുക്ക് കിട്ടുള്ളൂ. അത് നാം ഉപയോഗിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇപ്പോൾ നബ്ഗ, ഇനി മറ്റൊന്നാണ് തബ്ഗ, നീ, നിനക്ക് ആവശ്യമുണ്ട്. നബ്ഗ നംഷി ബഅദ് ബുക്ര ഇല മക്ക. നബ്ഗ നംഷി, നമുക്ക് പോകേണ്ടതുണ്ട്. ബഅദ് ബുക്ര, മറ്റന്നാൾ. ബുക്ര നാളെ,
ബഅദ് ബുക്ര നാളെ കഴിഞ്ഞ് അഥവാ മറ്റന്നാൾ ഇല മക്കയിലേക്ക് പോകേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ബുക്ര ബഅദ് ബുക്ര. ഇവിടെ ഇനിയിപ്പം എനിക്ക് വേണ്ട ഒരു കാര്യം നിങ്ങളോട് ഒരാൾ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറയുന്നത് ശുക്രൻ. ഇനി മാ അബ്ഗ വേണ്ട എന്നുള്ളത് പറയണമെങ്കിൽ മാ അബ്ഗ എനിക്ക് വേണ്ട. അവിടെ ഞാൻ എന്ന അന എന്ന പിന്നെ ലമീറാണ് അവിടെ ഉള്ളത് എന്ന കാര്യം നമ്മൾ പറയും. അപ്പോൾ ലമീർ എപ്പോഴും നമ്മൾ മറക്കാതെ അതിങ്ങനെ മനസ്സിലും നമ്മുടെ വാക്കുകളും വായനയിലും ഒക്കെ ഉണ്ടായിരിക്കണം കേട്ടോ. അത് നാം മനസ്സിലാക്കാം. ഇപ്പോൾ ഇവർ അറബികൾ ഒരു കാര്യം പിന്നെ പിരിയുമ്പോഴോ അതല്ലെങ്കിൽ മാന്യനായി സംസാരിക്കുമ്പോഴോ തബ്ഗ മിന്നി ഷൈ എന്നിൽ നിന്ന് നിനക്ക് എന്തെങ്കിലും വേണോ, നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, തബ്ഗ മിന്നി ഷൈ. നോക്കി നിങ്ങൾ എന്തൊരു രസമുള്ള എന്തൊരു മാന്യമായൊരു ഒരു പിന്നെ സംബോധനമാണത്. അപ്പോൾ നമുക്ക് തിരിച്ച് പറയാം ലാ ശുക്രൻ ഇല്ല ഒന്നുമില്ല ശുക്രൻ എന്നവിടെ പറയാം. ഓക്കെ, ഇങ്ങനെ മിന്നി എന്നിൽ നിന്ന്. ഞാൻ നേരത്തെ പറഞ്ഞു അവസാനം യാ വന്നാൽ എൻ്റേത് ഞാൻ എന്നർത്ഥം വരും. മിങ്ക് നിന്നിൽ നിന്ന്. അന അബ്ഗ മിങ്ക് ഹാജ. അന ഞാൻ, അബ്ഗ മിങ്ക് നിന്നിൽ നിന്ന് ഒരു കാര്യം എനിക്കുണ്ട്. ഹാജാണ് ആവശ്യമുണ്ട്. അന അബ്ഗ മിങ്ക് ഹാജ. അന അബ്ഗ മിൻഹു ഹാജ. മിൻഹു നമ്മൾ പഠിച്ചു ഹുവ എന്നതാണ് അവിടുത്തെ അവസാനത്തിലുള്ള ഹു സൂചിപ്പിക്കുന്നത്. അന അബ്ഗ മിൻഹു അൻത തബ്ഗ മിന്നി. അപ്പോൾ മിങ്ക് മിൻഹു മിന്നി ഇത് വളരെ കൃത്യമായി പറയുക. പിന്നെ അതേപോലെ മിനൽ മഹൽ തബ്ഗ മിനൽ മഹൽ ഷെയ്. തബ്ഗ മിനൽ മഹൽ ഷെയ് കടയിൽ നിന്ന് എന്തെങ്കിലും വേണോ. തബ്ഗ മിനൽ മത്ബഹ് മിനൽ മത്അം ഹോട്ടലിൽ നിന്ന്. മിനൽ സയ്യാറ ഇങ്ങനെ മിൻ എന്ന് പറയുന്നത് അങ്ങനെ മിനൽ മഹൽ എന്നൊക്കെ പറയും. അവിടെ മിൻഹു അവനിൽ നിന്ന് എന്ന് പറയുന്നു. പിന്നെ അതേപോലെ ഒരു ചെറിയ സംഗതി കൂടി പറഞ്ഞ് ഈ വിഷയം അവസാനിപ്പിക്കാം. യശില്ലി ഇവിടെ ഇങ്ങനെ പറയും യശില്ലി തബ്ഗ എന്താ നിനക്ക് വേണ്ടത്. അവിടെ ഇല്ലി കേൾക്കുക. ചിലരൊക്കെ ചോദിക്കാറുണ്ട് എന്താ ഇല്ലി അവിടെ പറയുന്നത്. യശില്ലി തബ്ഗ എന്താണ് നിനക്ക് വേണ്ടത്, അല്ല യശില്ലി യബ്ഗ എന്താണ് അവന് വേണ്ടത്. അവിടെ ഇല്ലി എന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അറബി ഭാഷ. ഇവിടെ ചിലരൊക്കെ പറയാറുണ്ട് സാധാരണ സംസാരം സാഹിത്യ അറബിയുമായി ഒരു ബന്ധമില്ല. അത് ശരിയല്ല. സാഹിത്യ അറബിയുമായി വളരെ അടുത്ത് ബന്ധം പുലർത്തുന്നതാണ് സംസാര ഭാഷ. പക്ഷേ അതിൻ്റെ ആ ബന്ധത്തെ കൃത്യമായും അനലൈസ് ചെയ്യാൻ കഴിയാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അപ്പം യശില്ലി യബ്ഗ എന്ന് പറഞ്ഞാൽ യേശ് അല്ലദീ യബ്ഗാണ്. അവൻ അല്ലദീ എന്ന വാക്കാണ് അവിടെ വന്നത്. ഓക്കെ, യശില്ലി. അപ്പോൾ യശില്ലി തബ്ഗ എന്ന് പറഞ്ഞാൽ യശില്ലദീ എന്നതിൻ്റെ ചുരുക്കമാണ്. ചുരുക്കത്തിൽ പിന്നെ ഹാദില്ലി അനുകൂൽ ചുരുക്കി ഇതാണ് ഞാൻ നിന്നോട് പറഞ്ഞത് എന്ന്. മഅസ്സലാമ.